പ്രിയമുള്ളവരെ, തൊപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത് സ്റ്റേഡിയം സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ മെമ്പറായിരിക്കെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയ ഒരു കത്ത് CPM-ൻ്റെ പ്രവർത്തകരും ഭരണസമിതിയിലെ അംഗങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു വ്യാജ പ്രചരണം നടക്കുന്നുണ്ട്. UDF-ൻ്റെ നേതാക്കളാണ് സ്റ്റേഡിയം മുടക്കിയത് എന്ന പ്രചരണം. യഥാർത്ഥത്തിൽ ഇതിൻ്റെ സത്യം എന്താണ് എന്ന് ബോധ്യപ്പെടുത്താനാണ് ഇങ്ങനെ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. നമുക്കറിയാം, ചാലിയാപ്പാടത്ത്, വെള്ളോട്ടുപാടം ചാലിയാപ്പാടത്ത് സ്റ്റേഡിയത്തിന് സ്ഥലമെടുക്കുന്നു എന്ന വാർത്ത പ്രചരിച്ച സമയത്ത് എൻ്റെ വാർഡിൽ ഉൾപ്പെടുന്ന പൊറ്റോടി പ്രദേശത്തെ ഏതാനും ആളുകൾ എന്നെ സമീപിക്കുകയുണ്ടായി. മരണപ്പെട്ടുപോയ KP ബാവാക്ക ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും ആ പ്രദേശത്തു നിന്നുള്ള ആളുകൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകുകയും ചെയ്തു. അതിൻ്റെ പ്രധാന കാരണം, പ്രളയകാലത്ത് വെള്ളോട്ടുപാടം തോട് കരകവിഞ്ഞൊഴുകി പൊറ്റോടി പ്രദേശത്തെ മുഴുവൻ വീടുകളും വെള്ളത്തിൽ മുങ്ങിയിരുന്നു. അതിൻ്റെ ഓരം ചേർന്ന് ഈ സ്റ്റേഡിയം വന്നു കഴിഞ്ഞാൽ അത് മണ്ണിട്ട് നികത്തിയാൽ കൂടുതൽ മഴക്കാലത്ത് വെള്ളം കയറുമെന്ന ആശങ്ക മൂലം അവർ പരാതി നൽകുകയുണ്ടായി. എന്നെ സമീപിച്ചതുകൊണ്ടും ഗ്രാമസഭയിൽ നിരന്തരമായി പൊറ്റോടി പ്രദേശത്ത് വരുന്ന നിവാസികൾ ഇതിൻ്റെ ആശങ്ക പ്രകടിപ്പിച്ചതിനാലും ഞാൻ സെക്രട്ടറിക്ക് കത്ത് നൽകുകയാണ്. ആ കത്താണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ളത്. ആ കത്ത് വായിച്ചാൽ അതിൻ്റെ പൂർണ്ണ രൂപം മുഴുവനായി വായിക്കുന്ന ആളുകൾക്ക് എവിടെയാണ് സ്റ്റേഡിയത്തിന് മുടക്ക് ഉള്ളതായിട്ട് ഒരു വരി അതിൽ കാണിക്കാൻ കഴിയുകയില്ല. എന്നാൽ വസ്തുത ഇതായിരിക്കെ UDF നേതാക്കളാണ് അത് മുടക്കിയത് എന്ന ഇപ്പോൾ ഒരു പ്രചരണം നടക്കുന്നുണ്ട്. രണ്ടാമതൊരു സ്റ്റേഡിയത്തിന് സ്ഥലം എടുക്കുക വഴി അതിൻ്റെ പ്രമാണം കൈമാറിയതായി അറിയുന്നു. എന്നാൽ 2020 ഒന്നാം മാസത്തിൽ ഞാൻ സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ ആ കത്തിൻ്റെ കാരണം കൊണ്ടാണ് മുടങ്ങിയതെങ്കിൽ അതിനുശേഷം 5 മാസം പിന്നിട്ടിട്ടാണ് സഖാവ് ശിവദാസൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ശ്രീമാൻ കുമാരന് ഈ പ്രമാണം കൈമാറിയിട്ടുള്ളത്. എങ്കിൽ ഞാൻ മുടക്കിയതാണെങ്കിൽ 5 മാസം കഴിഞ്ഞ് പിന്നെ എങ്ങനെ പ്രമാണം കൈമാറുമെന്ന് ജനങ്ങൾ ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, എൻ്റെ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ സ്റ്റേഡിയം മുടങ്ങിയത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആധികാരികമായ രേഖ പുറത്തുവിടാൻ പഞ്ചായത്ത് ഭരണസമിതിയും ഇത് പ്രചരിപ്പിക്കുന്ന CPM-ഉം തയ്യാറാകണം എന്നാണ് പറയുന്നത്. അങ്ങനെ ഉത്തരവാദപ്പെട്ട ഏജൻസിയിൽ നിന്ന് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അങ്ങനെ എൻ്റെ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ എൻ്റെ പൊതുരംഗം ഞാൻ അവസാനിപ്പിക്കാൻ തയ്യാറാണ് എന്ന് CPM-കാരെയും ഭരണസമിതിക്കാരെയും ഞാൻ വെല്ലുവിളിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് പൊറ്റോടി പ്രദേശത്ത് മുൻ പ്രസിഡൻ്റായിരുന്ന ബഹുമാന്യനായ ശ്രീ കുട്ടേട്ടനും അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളും അടക്കുന്ന 10-60ഓളം ആളുകൾ പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണോ മുടങ്ങിയത്? ഭരണസമിതി അതിന് മറുപടി പറയണം. അതല്ല, കൃഷിഭവനിൽ നിന്ന് അവിടുത്തെ നിരീക്ഷണ കമ്മിറ്റി യോഗം ചേർന്ന് ഒരു കാരണവശാലും ഈ തണ്ണീർത്തടമായി പ്രദേശം ഒരിക്കലും കളിസ്ഥലത്തിനായിട്ട് മണ്ണിട്ട് നികത്താൻ കഴിയില്ല എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണോ സ്റ്റേഡിയം മുടങ്ങിയത് എന്നും ഭരണസമിതി ഈ തുപ്രങ്ങോട് നിവാസികളോട് അതിന് ഉത്തരമായിട്ട് മറുപടിയായിട്ട് പറയേണ്ടതുണ്ട്. മറ്റൊന്ന്, ഈ 5 വർഷക്കാലം മുമ്പത്തെ കത്താണ് ഇപ്പോഴവരെടുത്തിട്ടുള്ളത് എങ്കിൽ ഇപ്പോഴാണ് അവർ സ്ഥലമെടുക്കുന്നത്. കഴിഞ്ഞ തവണയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നതിൻ്റെ 4 മാസം മുമ്പാണ് ഇങ്ങനെ ഒരു പ്രമാണം കൈമാറിയതായിട്ട് ഇവിടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത്. ഇപ്പോഴും ഇതാ ഒരു സൈറ്റ് അതിന് കണ്ടെത്തിയതായിട്ട് പ്രചരണം നടക്കുന്നുണ്ട്. ആ സൈറ്റ് മുടക്കിയതും UDF ആണ്, അത് മുടക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നു. ഞാൻ വെല്ലുവിളിക്കുകയാണ് ഭരണസമിതിയെയും CPM-ൻ്റെ നേതാക്കളെയും. മുസ്ലിം ലീഗിൻ്റെയോ കോൺഗ്രസിൻ്റെയോ ഏത് നേതാവാണ് ഇപ്പോൾ നിങ്ങൾ എടുത്ത് എന്ന് പറയപ്പെടുന്ന ഈ സ്ഥലം മുടക്കുന്നതിനായി രംഗത്ത് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ തെളിവ് പുറത്തുവിടാൻ തയ്യാറാകണം. പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ആടിനെ പട്ടിയാക്കുന്ന CPM-ൻ്റെ സ്ഥിരം പല്ലവി അവസാനിപ്പിക്കണമെന്നും ഒരു കാരണവശാലും ഏത് വികസനത്തിൻ്റെയും കൂടെ നിൽക്കുന്നതാണ് UDF എന്നും ഞാൻ നൽകിയിട്ടുള്ള കത്ത് എന്നെ തെരഞ്ഞെടുത്ത എൻ്റെ വാർഡിലെ ജനങ്ങളോടുള്ള ഒരു ജനപ്രതിനിധി എന്നുള്ള ഉത്തരവാദിത്തം മാത്രമാണ് ഞാൻ നിർവഹിച്ചിട്ടുള്ളതെന്നും ഒരു കാലഘട്ടത്തിലും ഒരു സമയത്ത് പോലും അംഗീകാരം കിട്ടുകയില്ല ബോധ്യമായ സ്ഥലം കണ്ടെത്തിയത് CPM-ൻ്റെയോ അല്ലെങ്കിൽ അന്നത്തെ ഭരണസമിതിയുടെയോ ഏറ്റവും വലിയ വീഴ്ചയും ആണ് എന്നുകൂടി ഈ സന്ദർഭം സൂചിപ്പിക്കുകയാണ്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി എത്തട്ടെ. ഭരണസമിതി ഒരു പൊതു സ്വത്താണ്, ഒരു പൊതു ഫണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ പഞ്ചായത്തിൽ അങ്ങനെ ഒരു സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കണം എന്ന സന്ദർഭത്തിൽ അതത് വാർഡിലെ ജനപ്രതിനിധിയോട് അത് സംസാരിക്കാനോ ചർച്ച ചെയ്യാനോ അവരെ കൂടെ കൂട്ടാനോ പോലും തയ്യാറായിട്ടില്ല. 5 വർഷം മുമ്പ് ചാലിയാപ്പാടത്ത് എടുത്തിട്ടുള്ള ആ
സ്ഥലത്തിനാണെങ്കിലും ഇപ്പോൾ അവരെടുത്തു എന്ന് പറയുന്ന 18-ാം വാർഡിലെ പൊറ്റോടി പ്രദേശത്തെ സ്ഥലത്താണെങ്കിൽ ഇന്നത്തെ മെമ്പർ പോലും അത് അറിയിക്കുക പോലും ചെയ്തില്ല. പകരം അതിന് CPM-ന്റെ നേതാക്കന്മാരുടെ സാന്നിധ്യത്തിലാണ് പ്രമാണം കൈമാറിയതായി അറിയാൻ സാധിക്കുന്നു. എനിക്ക് ചോദിക്കാനുള്ളത്, തുപ്രങ്ങോട് ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറി CPM-ന്റെ സെക്രട്ടറിയാണോ അതോ തുപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റിന്റെ സെക്രട്ടറി ആണോ എന്ന് അറിയാൻ കൂടി താല്പര്യമുണ്ട്. കാരണം ആ പ്രദേശത്തെ വാർഡ് മെമ്പറെ പോലും അതിൽ ക്ഷണിക്കാതെ ആ മെമ്പർ പോലും സോഷ്യൽ മീഡിയയിൽ നിന്ന് തൻ്റെ വാർഡിൽ വരുന്ന സ്റ്റേഡിയത്തിനെ സംബന്ധിച്ച് അറിയേണ്ടി വന്നിട്ടുള്ള അപഹാസ്യകരമായിട്ടുള്ള സംഗതിയാണ്. അതുകൊണ്ട് മാന്യ ജനങ്ങൾ ഇതിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിയണമെന്നും ആരാണ് മുടക്കിയത് എന്നത് തെളിവ് സഹിതം പുറത്തുവിടണമെന്നും CPM-നോടും ഭരണസമിതിയോടും ഞാൻ ആവശ്യപ്പെടുകയാണ്.